ഹായ്, നമസ്കാരം. ഇത് നമ്മൾ വന്നിട്ടുള്ളത് ഈ അടുത്ത് വരുന്ന LP, UP എക്സാമിന് ഉപകാരപ്പെടുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇതിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങളെങ്കിലും നമ്മുടെ LP, UPക്ക് വന്നേക്കാം. ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ലോകവുമായി ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തത്, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏത് വർഷമാണ്? 2023 ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ദാവോസ്, സ്വിറ്റ്സർലൻഡാണ്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് എക്സാം. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇതിലേതെങ്കിലും നിങ്ങൾ അറിയാത്തവ എഴുതി വെക്കുക. ലോകവുമായി ബന്ധപ്പെട്ട GK ഒക്കെ നമുക്ക് പേരുകളൊക്കെ ഭയങ്കര ടഫായിരിക്കും. അപ്പോൾ എഴുതി വെക്കുക. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഒരു ദിവസം ഒരു 2-3 വട്ടെങ്കിലും ആ പേജ് ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെ ആ പേര് മനസ്സിലോർക്കും. അങ്ങനെ എവിടെയെങ്കിലും പിന്നെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ ഈ അടുത്ത് കഴിഞ്ഞ എക്സാമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് കിട്ടും. അങ്ങനെ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യരുത്, മൈനസ് അടിക്കരുത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടനാണ്. 2ാമത് ബാംഗ്ലൂരു ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് സാന്റോസിലെ മെമ്മോറിയൽ എക്യുമെനിക്കൽ നെക്രോപോലിസ് സെമിത്തേരിയാണ് കേട്ടോ. 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസ് വേദി തായ്വാനാണ്. ന്യൂസിലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ക്രിസ് ഹിപ്കിൻസ് ആണ്. ഇനി വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? സൽമാൻ റുഷ്ദി എഴുതിയതാണ് വിക്ടറി സിറ്റി. ബഹിരാകാശത്ത് നടന്ന ആദ്യ അറബ് സഞ്ചാരി സുൽത്താൻ അൽ നയാദിയാണ്. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേര് സ്പെയർ. ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേര് ഹെക്കാഷെപ്സ്. ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റായ സ്കൈട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് ഏത് രാജ്യത്താണ്? സിംഗപ്പൂർ. ചാങ്കി എയർപോർട്ട് സിംഗപ്പൂരാണ് കേട്ടോ. H3N8 പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ്. ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന് 5 പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകം. അത് എളുപ്പമാണ് പഠിക്കാൻ. ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കാണാൻ പോയതിൻ്റെ പേര്, പേടകത്തിൻ്റെ പേര് ടൈറ്റൻ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ് ടെറാൻ 1 ആണ്. സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യം ചാഡ്. ഇന്ത്യയുടെ സ്ഥാനം 8 കേട്ടോ. സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നഗരം ഏതാണ് അറിയോ? ലാഹോറാണ്. ബഹിരാകാശത്തു ചിത്രീകരിച്ച ആദ്യ സിനിമ ദ ചലഞ്ച്. നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യമാണ് ഫിൻലാൻഡ്. ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ഹോപ്പ്. ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറുവിമാനത്തിൻ്റെ പേര് സെസ്ന 206 വിമാനം. ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയൻ ഗൂയി ഹെയ്ചാവോ. 2025 കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീൽ. 2023 പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. 2ാം ലോക മഹായുദ്ധകാലത്ത് മുങ്ങിയ ഏത് കപ്പലിൻ്റെ അവശിഷ്ടമാണ് ഫിലിപ്പൈൻസിൽ നിന്നും കണ്ടെത്തിയത്? മോണ്ടെവീഡിയോ മാറു. ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി UAE ആണ്. 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗലാണ് കേട്ടോ.
വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് ഐസ്ലാൻഡാണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127ആണ്. ബ്രിട്ടന്റെ പരമാധികാരിയായി അധികാരമേറ്റെടുത്ത രാജാവ് ചാൾസ് മൂന്നാമൻ. 2013 ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന. സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട UN ഏജൻസിയാണ് യുനെസ്കോ. അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായിയിലെ പ്രദേശം മൗയി ദ്വീപ്. 2023 ജൂലൈയിൽ ഇറ്റലിയിൽ തെക്കൻ യൂറോപ്പിൽ അനുഭവപ്പെട്ട ഉഷ്ണതരംഗം സെർബറസ്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഡോറ. 2023 49ാമത് G7 ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ഹിരോഷിമ, ജപ്പാൻ. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ്. ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമത് ഡമാസ്കസ്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ, ദക്ഷിണാഫ്രിക്ക. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായ്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2024 ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്താന, കസാക്കിസ്ഥാൻ. ലോകത്തിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്നത് ദുബായ്. 2023 ഓഗസ്റ്റിൽ ചൈന, ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഖാനുൻ. ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം പെറു. ഭീമൻ തിമിംഗലത്തിൻ്റെതെന്ന് കരുതുന്ന ഫോസിലിന് നൽകിയ പേരെന്താണ് അറിയോ? പെറുസിറ്റസ് കൊളോസസ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ് എന്നാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് കെനിയ. 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ്. ആപ്പിളിനാണ് 2ാം സ്ഥാനം. ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഹേൽ? ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പൽ ഏതാണ്? MV ഗംഗ വിലാസ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇന്ത്യ അതേപോലെ തന്നെ കേരളം ഒക്കെ വായിക്കാം കേട്ടോ, പഠിക്കാം. ഓക്കെ.